മാത്രം പഠിച്ചാൽ മതി. പക്ഷേ എങ്ങനെയാണിത് കിട്ടിയതെന്ന് മനസ്സിലാക്കിയാലേ എക്സാക്ട്ലി നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മ കിട്ടൂ. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും, പ്രത്യേകിച്ച് കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് എൻട്രിയുടെ ഒരു പ്രധാനപ്പെട്ട സെഷനിലേക്ക് സ്വാഗതം. നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫിസിക്കൽ സയൻസ് കേട്ടറ്റ് 3 എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും വേണ്ടി ഒരു സീരീസ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 ക്വസ്റ്റ്യൻ 1 കൺസെപ്റ്റ് സീരീസ്. നമ്മൾ മുൻ വർഷങ്ങളിൽ കേട്ടറ്റ് എക്സാമിന് ചോദിച്ച, മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം എടുത്ത് ആ ചോദ്യം ആൻസർ ചെയ്യുന്നതിനൊപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് മുഴുവനായിട്ട് പഠിക്കുന്ന രീതിയിൽ ഉള്ള സീരീസാണ്. ഒരു സെഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യൂ, ഒരു കൺസെപ്റ്റേ ഡിസ്കസ് ചെയ്യൂ. അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ 1 ക്വസ്റ്റ്യൻ 1 കോൺസെപ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. എൻ്റെ പേര് സന്തോഷ് സേതുമാധവൻ. നമ്മൾ ഇങ്ങനെ ഓരോ കൺസെപ്റ്റുകളായിട്ട് ഡിസ്കസ് ചെയ്ത് കേട്ടറ്റിന് നമുക്ക് വരാവുന്ന എല്ലാ ഫിസിക്സിലെ കൺസെപ്റ്റുകളും ഫിസിക്കൽ സയൻസിലെ കൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, യെസ്, ഇത് 2019 ഫെബ്രുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 2019 ചോദ്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാറുണ്ട്. ഇതേ കൺസെപ്റ്റിൽ നിന്ന് ഇതേപോലെയോ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വരാറുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എന്നിട്ട് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. ആദ്യം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അതുപോലെ കേൾക്കുകയല്ല പ്രോബ്ലം പ്രാക്ടീസിന് വേണ്ടത്. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി, കിട്ടിയാലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നീട് കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ the distance traveled by a body falling from rest in the first, second and third seconds are in the ratio എന്നാണ് ചോദ്യം. 3-4 റേഷ്യോ തന്നിട്ടുണ്ട് നമുക്കിവിടെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 0-ൽ നിന്ന് റെസ്റ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ബോഡി എന്ന് പറയുമ്പോൾ അത് അണ്ടർ ഗ്രാവിറ്റേഷൻ ആയിരിക്കുമല്ലോ. അത് അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സെക്കൻഡ്സ്, ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സെക്കൻഡ്സിൽ സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ആൻസർ ചെയ്യും? എന്താണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മുടെ തലച്ചോറിലൂടെ കടത്തിവിടേണ്ട കോൺസെപ്റ്റ് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ഗ്രാവിറ്റേഷൻ ആണ്. ഒബ്വിയസ്ലി ഇത് ഗ്രാവിറ്റേഷൻ ആണ്. എന്താ? ബോഡി ഫാളിങ് അണ്ടർ ഗ്രാവിറ്റി ആണ് ഇവിടെ, അല്ലേ? അത് ഈ ഗ്രാവിറ്റേഷനിൽ അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമ്മൾ കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ് എഴുതാൻ പോകുന്ന ആളുകൾ എന്തായാലും ഫിസിക്സിൽ ഗ്രാജുവേഷനുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ ഉള്ളവരാണ്, ഫിസിക്കൽ സയൻസ് കൺസെപ്റ്റുകളിൽ ഗ്രാജുവേഷനുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഈ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുവിനെ കുറിച്ച്? ന്യൂട്ടൺ പറഞ്ഞ കഥകൾ പണ്ട്, അല്ലെ? ക്ലാസിക്കൽ ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതിനെ കുറിച്ച് പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇതിനെ താഴേക്ക് വലിക്കുന്നത് എന്ന് നമുക്കറിയാം. സോ there occurs a force. അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മളൊക്കെ ആ ഫോഴ്സ് അനുഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള, ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിലുള്ള നമ്മളെല്ലാം ആ ഫോഴ്സ് സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്, ശരിയല്ലേ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ്, ആ ഫോഴ്സിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് ക്വസ്റ്റ്യൻ. എന്താ? മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണത്തിന് വിധേയമായുള്ള ചലനം. ആ ഗുരുത്വാകർഷണത്തിന് വിധേയമായുള്ള ചലനം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ മോഷൻ ആയിരിക്കും. വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഈ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മളൊക്കെ നിൽക്കുമ്പോൾ വെർട്ടിക്കലായിട്ടാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്, ഭൂമി നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെടുന്നത് നമ്മൾ നിൽക്കുന്ന പ്രതലത്തിന് ലംബമായിട്ടാണ്. ആ വെർട്ടിക്കൽ മോഷൻ സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ ആ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെർട്ടിക്കലായിട്ടാണ് അല്ലെങ്കിൽ ലംബമായിട്ടാണ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്നത്. ആ വെർട്ടിക്കൽ മോഷൻ മുകളിലേക്കുമാവാം താഴേക്കുമാവാം. മുകളിലേക്ക് കുത്തനെ മുകളിലോട്ടൊരു കല്ലെറിഞ്ഞാലും തെങ്ങിന് മുകളിൽ നിന്ന് നേരെ താഴോട്ടൊരു തേങ്ങ വീണാലും ഇത് രണ്ടും ഇപ്പറഞ്ഞ വെർട്ടിക്കൽ മോഷനാണ്. ആൻഡ് ദിസ് മോഷൻ ഈസ് അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദിസ് ഈസ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഒന്ന്.
അവിടെ ആക്സലറേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ആക്സലറേഷൻ ഉള്ളത്? അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ബോഡിയും ഇപ്പോൾ നമ്മൾ വെറുതെ മേശപ്പുറത്ത് ഇതാ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ബ്ലോക്ക്, ഒരു ഇഷ്ടികയോ മറ്റോ മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുവാന്ന് വിചാരിക്കുക, ഒരു പ്രതലത്തിൽ ഇങ്ങനെ ഇരിക്കുക, അനങ്ങാതിരിക്കുമ്പോഴും ഇതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. mg, m മാസുള്ള ബോഡി ആണെങ്കിൽ m × g, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. mg ആണ് ഇതിൻ്റെ ഭാരം, ഇതിൽ ആക്ട് ചെയ്യുന്ന ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിയല്ലേ? അതായത് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിന് g എന്ന് പറയുന്ന ഒരു ആക്സലറേഷൻ കൊടുക്കുന്നുണ്ട്. Whenever there is a force acting on a body, ഏതൊരു ബോഡിയിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ, അത് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ എങ്ങനെ വേണമെങ്കിലും ആവട്ടെ, ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ ആ ബോഡിക്ക് എന്തുണ്ടാവും? ആ ബോഡിക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും എന്ന് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? F = ma എന്ന് പറഞ്ഞിട്ട് ന്യൂട്ടനാണ് നമ്മളെ പഠിപ്പിച്ചത്. ശരിയല്ലേ? ഏതൊരു ഫോഴ്സും ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ there occurs an acceleration. ഈ ഫോഴ്സ് ഇല്ലെങ്കിലോ ഈ ഫോഴ്സ് ഈ 0, a is 0 അല്ലെ? ബലം ഇല്ലെങ്കിൽ ആക്സലറേഷൻ 0 ആവും. മാസ് 0 ആവില്ലല്ലോ, വസ്തുവിന്റെ മാസ് നഷ്ടപ്പെടില്ല. അപ്പൊ ഫോഴ്സ് ഇല്ലെങ്കിൽ ഇല്ലാതാവുന്നത് എന്താ? ആക്സലറേഷനാ. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ശരിയല്ലേ? നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ ബോഡി, ദ ബോഡി ഹാസ് നോ ആക്സലറേഷൻ. എന്ന് വെച്ചാൽ ബോഡി വിൽ ബി ഇൻ റെസ്റ്റ് ഓർ ദ ബോഡി വിൽ ബി ഇൻ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നൊക്കെ പഠിക്കുന്നത് അവിടെയാണ്. സോ ഇത് അടുത്ത കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ഇരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആക്സലറേഷനാണ് g. അപ്പോൾ ആക്സലറേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതി ഒരു ബോഡി ചലിക്കണമെന്നില്ല. അനങ്ങാതിരിക്കുമ്പോഴും ഇതിൽ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അനങ്ങാതിരിക്കുകയല്ല, ഇത് ചലിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ താഴെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം ഇല്ല, ഈ ബോഡി ഇരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ല, ഇത് നേരെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ദിസ് ബോഡി ഈസ് ഫാളിങ്, ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇടുവാണെങ്കിൽ കയ്യിലിരിക്കുന്ന സമയത്ത് ഇതിന് വെലോസിറ്റി 0 അല്ലേ? അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്താൽ ദിസ് വെലോസിറ്റി ഈസ് 0. പിന്നെ ഒരു സെക്കൻഡ് സമയം കഴിഞ്ഞാൽ ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് 9.8 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറും. 9.8 മീറ്റർ/സെക്കൻഡ്. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ അഗെയിൻ രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് 9.8 × 2 × 9.8 മീറ്റർ/സെക്കൻഡ് എത്രയാണ്? 19.6 മീറ്റർ/സെക്കൻഡ്. മൂന്നാമത്തെ സെക്കൻഡിൽ 3 × 9.8 മീറ്റർ/സെക്കൻഡ് എന്നിങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ഇൻക്രീസിങ്, ഓരോ സെക്കൻഡിലും വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതിനെയാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ബോഡിക്ക് കൊടുക്കുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഓരോ സെക്കൻഡിലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എത്ര വെച്ചാണ്? 9.8 ഇങ്ങനെ ഈ 9.8 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ആക്സലറേഷൻ ഫോർ ദിസ് ബോഡി ഈസ് 9.8 മീറ്റർ/സെക്കൻഡ്². ഇതാണ് പണ്ട് സ്കൂൾ കാലം മുതലേ നമ്മൾ പഠിക്കുന്ന ആക്സലറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതും നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ഈച്ച് സെക്കൻഡ് ഈസ് ആക്സലറേഷൻ. വെൻ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ ബോഡി ഇറ്റ് ആക്സലറേറ്റ്സ്. ആരാ പറഞ്ഞത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നുണ്ട് അല്ലെ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ അതിൻ്റെ ഇക്വേഷൻ തരുന്നുണ്ട്, F = ma എന്ന് പറയുന്നുണ്ട്. ഇനി ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ, ആക്സലറേറ്റഡ് മോഷൻ, ഈ രണ്ട് കൺസെപ്റ്റുകൾക്കൊപ്പം എന്തുകൂടെ പഠിക്കണം? ഇക്വേഷൻസ് ഓഫ് ആക്സലറേറ്റഡ് മോഷൻ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓർമ്മയുണ്ടോ? ഇക്വേഷൻസ് ഓഫ് ആക്സലറേറ്റഡ് മോഷൻ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം പണ്ട് സ്കൂൾ കാലം മുതൽ പഠിക്കുന്നതാണ് നമ്മൾ. V = u + at 1, പിന്നെ S = ut + ½ at² 2, 3 V² = u² + 2as. 3 ഇക്വേഷൻ. ഈ 3 ഇക്വേഷനിൽ ഏതാണോ നമുക്ക് ആവശ്യം അത് നമുക്കൊരു ആക്സലറേറ്റഡ് മോഷൻ്റെ സിറ്റുവേഷനിൽ പ്രയോഗിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒരു ആക്സലറേറ്റഡ് മോഷനാണ്.
അപ്പോൾ ഈ 3 ഇക്വേഷനിൽ ഏതാണോ നമുക്ക് ചേരുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നത്, അത് നമുക്ക് ഉപയോഗിക്കാം. ഈ 3 ഇക്വേഷനിലും ആരുണ്ട്? ആക്സലറേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? ആക്സലറേഷന് പുറമെ ആക്സലറേഷൻ ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ഫൈനൽ വെലോസിറ്റി v ഉണ്ട്, പിന്നെ ടൈം t ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് s ഉണ്ട്. ഈ 5 പേരാണ് ഈ 3 ഇക്വേഷനിലും കൂടെ ആയിട്ടുള്ളത്. 3 ഇക്വേഷനിലും കൂടെ ആയിട്ട് ഈ 5 പേരാണുള്ളത്. ഇതിൽ ഓരോ ഇക്വേഷനും സെപ്പറേറ്റ് പരിശോധിച്ചാൽ ഒരു ഇക്വേഷനിൽ 4 പേരുണ്ട്. v u a t 4 പേര്, s u a t 4 പേര്. ഇങ്ങനെ 4 പേര് വെച്ചാണ് ഈ ഇക്വേഷനിലുള്ളത്. ഈ ഇക്വേഷനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കൺസെപ്റ്റുകളും ഈ ഇക്വേഷൻസും ഒക്കെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ട ടൂൾസ്. നൗ വി ആർ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ അഗെയിൻ. എന്താ പറയുന്നത്? നമുക്ക് വേണ്ടത് ദ ബോഡി ഈസ് ഫാളിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോഴേ ഇനിഷ്യൽ വെലോസിറ്റി 0 നമ്മുടെ മനസ്സിൽ വരണം. മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സെക്കൻഡ്സ് അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഫസ്റ്റ് സെക്കൻഡ് ഏതാ, സെക്കൻഡ് ഏതാ, തേർഡ് സെക്കൻഡ് ഏതാ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ ഉദ്ദേശിച്ച സംഗതി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ മുകളിൽ നിന്നാണ് ഈ ബോഡി താഴേക്ക് വീഴുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി 0, ഇതാണ് 0 സെക്കൻഡ്, ശരിയല്ലേ? ദിസ് ഈസ് ദ 1 സെക്കൻഡ് ടൈം. 1 സെക്കൻഡ് ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതാണ്. 1 സെക്കൻഡായി ഇവിടെ എത്തിയപ്പോഴേക്ക്. ഓക്കെ, ഇനി ഇവിടെ എത്തിയപ്പോൾ 2 സെക്കൻഡായി എന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് ദി തേർഡ് സെക്കൻഡ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഏതാ? ഇതിലെ ഈ 0 മുതൽ 1 വരെയുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ്. ദിസ് ഈസ് ദി ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഇനി 1 മുതൽ 2 വരെയുള്ള ഈ സമയമാണ് ഇതിൻ്റെ സെക്കൻഡ്. ആൻഡ് 2 മുതൽ 3 വരെയുള്ളതാണ് ഇതിൻ്റെ തേർഡ് സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ 1 സെക്കൻഡ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം, അടുത്ത 1 സെക്കൻഡ് സമയത്തിനുള്ളിൽ സഞ്ചരിച്ച ദൂരം, അടുത്ത 1 സെക്കൻഡിനുള്ളിൽ സഞ്ചരിച്ച ദൂരം, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്. ഇതാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ദൂരം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഇത് S1 എന്ന് കൊടുക്കാം, കാരണം ഫസ്റ്റ് സെക്കൻഡ്. ആൻഡ് ദിസ് ഈസ് S2 രണ്ടാമത്തെ സെക്കൻഡിൽ. ദിസ് ഈസ് S3 മൂന്നാമത്തെ സെക്കൻഡിൽ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? S1 ഈസ് ടു S2 ഈസ് ടു S3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ മനസ്സിലായോ? S1 ഈസ് ടു S2 ഈസ് ടു S3 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരവും 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരവും 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരവും തമ്മിലുള്ള റേഷ്യോ അല്ല, മാറ്റമുണ്ട്. ഇൻ 1 സെക്കൻഡ്, ഇൻ 2 സെക്കൻഡ്, ഇൻ 3 സെക്കൻഡ് എന്നല്ല ചോദ്യം. ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം, ഇൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട് മൊത്തം സഞ്ചരിച്ച ദൂരം, ഇൻ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് മൊത്തം സഞ്ചരിച്ച ദൂരമാണ്. അതല്ല ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെക്കൻഡിലും സെക്കൻഡിലും തേർഡ് സെക്കൻഡിലും സഞ്ചരിച്ച ദൂരത്തിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0യും അല്ലേ, ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ നമ്മൾ ജി വാല്യൂ ഫിക്സഡ് ആണ്. ആക്സലറേഷൻ ജിയും. പിന്നെ നമുക്കിവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സമയം, ഫസ്റ്റ് സെക്കൻഡിന് സമയം 1 അല്ലേ, സമയം 1 എടുത്തിട്ട് നമുക്ക് എന്ത് കാണാം? UAT വെച്ച് S കണ്ടുപിടിക്കാം. S1 നമുക്ക് കണ്ടുപിടിക്കാം. UAT വെച്ച് S കാണാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസിൽ UAT വെച്ച് S കാണാനായിട്ട് ഏതാ ഇക്വേഷൻ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ UAT കൊടുത്തു കഴിഞ്ഞാൽ S കിട്ടും. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്നാൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് സെക്കൻഡിനുള്ളിൽ സഞ്ചരിച്ച ദൂരം കാണുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഇവിടെയാണ് ഇനിഷ്യൽ വാല്യൂ, ഇവിടെയാണ് ഫൈനൽ വാല്യൂ. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല, ഇവിടെ ഫൈനൽ വെലോസിറ്റിയും 0 അല്ല. ഈ വാല്യൂസ് എടുത്തിട്ട് വേണം ഇതിനിടയിലെ നമ്മൾ കാണാൻ. ഐഡിയ മനസ്സിലായോ? ഇനി തേർഡ് സെക്കൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഇനിഷ്യൽ വാല്യൂസ് മാറി, ഫൈനൽ വാല്യൂ മാറി. ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്തു, ഫൈനൽ വെലോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്തു. ഇതിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കാണണം. അപ്പോൾ നമുക്കപ്പോൾ ഇത്രയൊക്കെ സമയം എടുത്തിട്ട് ഇത് കാണാൻ പറ്റുമോ? എക്സാമിന് കേട്ടറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ വരയ്ക്കാം. ഇതൊക്കെ വരച്ച് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ കാണാൻ പറ്റുമോ? ഫസ്റ്റ് സെക്കൻഡിൽ ഇത്ര, പിന്നെ സെക്കൻഡിൽ ഇത്ര, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കുറച്ചാൽ
2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതിൽ നിന്ന് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കുറച്ചാൽ ഇതിലെ മാത്രം ദൂരം കിട്ടും. ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇത് ചെയ്യേണ്ട ലോജിക്ക് ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ലോജിക്ക് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ഇതിൽ 0 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ ഈ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം കാണുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വലിയ ദൂരത്തിൽ നിന്ന് ഈ ചെറിയ ദൂരം കുറച്ചാൽ ഇത് കിട്ടില്ലേ? ഇത്രയും ദൂരം കിട്ടില്ലേ? അങ്ങനെ ഇത് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ദൂരം 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം, 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം. എന്തുകൊണ്ടാണ് നമ്മളിത് 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം എളുപ്പത്തിൽ കാണാൻ പറ്റും എന്ന് പറയുന്നത്? ഇനിഷ്യൽ വാല്യൂ 0 കൊടുത്താൽ മതി. u = 0 ആണ് ഇവിടെ, അല്ലെ? u = 0, t ടൈം 3 സെക്കൻഡ്, ആക്സലറേഷൻ g വെച്ച് s കണ്ടുപിടിക്കാം. ജിയുടെ വാല്യൂ 9.8 എന്ന് എടുത്തിട്ട് നമുക്ക് s കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരത്തിൽ നിന്ന് 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം മൈനസ് ചെയ്താൽ ഈ 3ാമത്തെ സെക്കൻഡിൽ മാത്രം ട്രാവൽ ചെയ്ത ദൂരം കിട്ടും. ഇതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആദ്യം ഇത് കാണാൻ പറ്റും എളുപ്പത്തിൽ, 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. പിന്നെ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കണ്ട് അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ ഇത് കിട്ടും, S2 കിട്ടും. ഇത് S1, പിന്നെ S2 കിട്ടും. പിന്നെ S3 കാണാൻ നമ്മൾ 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ട് നേരത്തെ കണ്ടുവെച്ച 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് S3 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ സമയം എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു എളുപ്പവഴി വേണം. ആ എളുപ്പവഴിയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് പഠിക്കാൻ പോകുന്നത്. ആ എളുപ്പവഴി മാത്രം പറഞ്ഞാൽ പോരെ, ആ ട്രിക്ക് മാത്രം പറഞ്ഞാൽ പോരെ. ആ ട്രിക്ക് മാത്രം പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാവില്ല. ട്രിക്ക് ചിലപ്പോൾ മറന്നു പോവാം, ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ചിലപ്പോൾ മറന്നു പോവാം, പക്ഷേ കൺസെപ്റ്റ് പഠിച്ചാൽ അത് മറന്നു പോവില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്കിവിടെ വേണ്ടത് 0 മുതൽ ഇവിടം വരെ ആകെ സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് തൊട്ടു മുൻപത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കുറയ്ക്കുകയാണ്. ഒരു പർട്ടിക്കുലർ സെക്കൻഡിലെ സഞ്ചരിച്ച ദൂരം കാണാൻ, ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുവാണ് 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര എന്ന് മാത്രം ചോദിച്ചാൽ നമ്മൾ എന്താ യഥാർത്ഥത്തിൽ കാണേണ്ടത്? 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണാൻ 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന്, ഇങ്ങനെ പറയാം, 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്ന് 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ്, അപ്പോൾ S5ൽ നിന്ന് S4 നമ്മൾ മൈനസ് ചെയ്യുവാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 5th സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം കാണാൻ 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം മൈനസ് ചെയ്യുവാണ് നമ്മൾ വേണ്ടത്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ എടുത്താൽ nth സെക്കൻഡിൽ നോക്കിയേ, nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് നമ്മളോട് കാണാൻ പറഞ്ഞാൽ, അതായത് Sn നമ്മളോട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? nth സെക്കൻഡ് വരെയുള്ള സമയത്തിൽ സഞ്ചരിച്ച ദൂരം, nth സെക്കൻഡ് വരെയുള്ള സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ 0 to n അല്ലേ വരുന്നത്, ഇത് എന്നും ഇതും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. 0 to n സഞ്ചരിച്ച ദൂരം മൈനസ് 0 to n-1 സഞ്ചരിച്ച ദൂരം. ഒന്നുകൂടെ പറയാം, nth സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം കാണാൻ nth സെക്കൻഡ് വരെ എത്ര ദൂരം ട്രാവൽ ചെയ്തു, അതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് ഏതാ? n-1th സെക്കൻഡ്, ശരിയല്ലേ? n-1th സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണാൻ 5th സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരവും 4th സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരവും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ തൊട്ട് മുൻപത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഫോർമുലയിലേക്ക് വരുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മളോട് nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണണമെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു, Sn എന്ന് എഴുതുന്നു, Sn. ഓക്കെ, അതേപോലെ തന്നെ n-1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം Sn-1, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുവാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും സെപ്പറേറ്റ് എഴുതുന്ന സമയത്ത് എസിൻ്റെ ഇക്വേഷൻ എന്താ? എസിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നെടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ S = ut + ½ at². അതിൽ ut ഇവിടെ എഴുതുന്നു, ut + ½ at². ഇതാണ് ഇക്വേഷൻ. ഇതിൽ u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നെടുത്തിട്ട് ചെയ്യാം. ഇനി ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലെങ്കിലും, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് തന്നു, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ വേണമെന്നില്ല. ചിലപ്പോൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി തരും, അപ്പോൾ u നമ്മൾ 0 ആക്കി കളയണ്ട, ut അങ്ങനെ നിൽക്കട്ടെ.
ഓക്കെ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് നിൽക്കട്ടെ, ആക്സലറേഷൻ എ ആയിട്ട് നിൽക്കട്ടെ. ഈ ടിയും ഈ ടി സ്ക്വയർ വാല്യൂ നമുക്ക് മാറ്റിയിട്ട് ഇതിന് പകരം ഇവിടെ ടൈം എന്ന് പറയുന്നത് n അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് 5 ആണെങ്കിൽ 5 സെക്കൻഡ്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? n എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? യു ഇൻറ്റു എൻ, യെസ്, യു എൻ, ടിക്ക് പകരം n എഴുതുന്നു, യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് ആണെങ്കിൽ 5 സ്ക്വയർ, 5 ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരും അവിടെ. അതേപോലെ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? യു എൻ മൈനസ് 1, നോക്കിയേ, യു എൻ മൈനസ് 1 പ്ലസ് ഹാഫ് എ, ദിസ് ഈസ് എൻ മൈനസ് 1 സ്ക്വയർ ഹോൾ സ്ക്വയർ. n മൈനസ് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. അപ്പോൾ ദിസ് ഈസ് യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ, ദിസ് ഈസ് യു എൻ മൈനസ് 1 പ്ലസ് ഹാഫ് എ ഇൻറ്റു എൻ മൈനസ് 1 സ്ക്വയർ. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് ഈ ഒരു nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഇതിൽ നിന്ന് ഇത് നമ്മൾ കുറയ്ക്കുന്നു. സിമ്പിളായിട്ട് നോക്കിയേ, യു എന്നിൽ നിന്ന് യു എൻ മൈനസ് 1 കുറയ്ക്കുന്നു, ഫസ്റ്റ് ടേം. അപ്പോൾ യു കോമൺ അല്ലേ, n മൈനസ് n മൈനസ് 1, n മൈനസ് n 0 ആയി, മൈനസ് 1 പ്ലസ് 1 ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് യു എന്ന് മാത്രം കിട്ടും. ഞാൻ ഇങ്ങോട്ട് എഴുതാം, അതിൻ്റെ റിസൾട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതാം. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് താഴെയുള്ള ഇക്വേഷൻ കുറച്ചുള്ള റിസൾട്ട് ഞാനത് അവിടെ മുകളിലേക്ക് എഴുതാം. ഫസ്റ്റ് ടേം യു എങ്ങനെയാണ് കിട്ടുന്നത്? യു എൻ മൈനസ് യു ഇൻറ്റു എൻ മൈനസ് 1. യു കോമൺ എടുക്കും, n ഇൻറ്റു എൻ മൈനസ് 1, n മൈനസ് n മൈനസ് 1, n മൈനസ് n 0, മൈനസ് 1 പ്ലസ് 1. അപ്പോൾ യു മാത്രമായിട്ട് കിട്ടും ഫസ്റ്റ് ടേം. ഓക്കെ, രണ്ടാമത്തെ ടേം നോക്കൂ, ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഹാഫ് എ എൻ മൈനസ് 1 സ്ക്വയർ. അതിൽ ഹാഫ് എ കോമണാ, ബാക്കി എന്താ ഉള്ളത്? എൻ സ്ക്വയർ മൈനസ് എൻ മൈനസ് 1 സ്ക്വയർ. എങ്ങനെ ചെയ്യും? എൻ സ്ക്വയർ മൈനസ്, ഞാനത് സൈഡിൽ ഇതാ ഇവിടെ ചെയ്യാം, ഇവിടെ കാണുന്നുണ്ടാവും, എൻ സ്ക്വയർ മൈനസ് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ. എൻ സ്ക്വയർ മൈനസ് ഈ എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താ? എൻ സ്ക്വയർ പ്ലസ് 1 മൈനസ് 2n, ശരിയല്ലേ? ഇതെന്താ സംഗതി? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എ സ്ക്വയർ എൻ സ്ക്വയർ, ബി സ്ക്വയർ 1, 2ab 2n. അപ്പോൾ ഇതിൽ നിന്ന് എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ക്യാൻസലായി, മൈനസ് 1 പ്ലസ് 1, മൈനസ് പ്ലസ് 1 മൈനസ് 1, മൈനസ് 2n എന്താ? പ്ലസ് 2n. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്താ വരുന്നത്? പ്ലസ് 2n മൈനസ് പ്ലസ് 1 മൈനസ് 1. നോക്കൂ, ഇതാണ് റിസൾട്ട്. ആ റിസൾട്ടാണ് നമുക്ക് ഫൈനലി ആവശ്യമുള്ളത്. ആ റിസൾട്ടാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഇത്. നോക്കൂ, യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. നമ്മളിപ്പോൾ ചെയ്ത് കിട്ടിയ ഈ റിസൾട്ട് എന്താ ചെയ്തത്? എസ് എന്നിൽ നിന്ന് എസ് എൻ മൈനസ് 1 കുറച്ചു. എസ് എന്നിൽ നിന്ന്, അതായത് n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് n മൈനസ് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കുറച്ചപ്പോൾ നമുക്ക് nth സെക്കൻഡിൽ, എസ് nth തന്നെ എഴുതാം, എസ് nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കിട്ടി. യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1, യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ എങ്ങനെയാണിത് കിട്ടിയതെന്ന് മനസ്സിലാക്കിയാലേ എക്സാക്ട്ലി നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മ കിട്ടൂ. ഇൻ കേസ് നിങ്ങൾ ഈ ഇക്വേഷൻ മറന്നു പോയാലും പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അതെങ്ങനെ? നമ്മളോട് ചോദിക്കുന്ന ഒരു 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് വിചാരിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ബോഡി 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിൽ നിന്ന് 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കുറച്ചാൽ മതി. 5th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. അതിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് 5 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കാണുക. അതേ ഇക്വേഷൻ ഉപയോഗിച്ച് 4 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കാണുക. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. അപ്പോൾ കൺസെപ്റ്റ് അതാണ്. പക്ഷേ അത് ഒറ്റ ഇക്വേഷനിൽ സോൾവ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ. ഒരൊറ്റ ഇക്വേഷനിൽ സോൾവ് ചെയ്യാനാണ് ഈ ഒരു ഇക്വേഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ബൈ 2 2n മൈനസ് 1. ചെയ്തു നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? യെസ് ഫസ്റ്റ് സെക്കൻഡ് വേണം, പിന്നെ യെസ് സെക്കൻഡ് വേണം, പിന്നെ യെസ് തേർഡ് സെക്കൻഡ് വേണം. 3ഉം വേണം. റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. യെസ് ഫസ്റ്റ് സെക്കൻഡ് ആദ്യം കാണാം. യെസ് ഫസ്റ്റ് സെക്കൻഡ് കാണുമ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് യു പ്ലസ്
അല്ല യു പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ u 0 എന്ന് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു വേണ്ട, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് യു വേണ്ട. എന്തുകൊണ്ടാണ് യു ഒഴിവാക്കിയെന്ന് മനസ്സിലായല്ലോ. ഹാഫ് എ, ഏതാ ഇക്വേഷൻ? ഹാഫ് എ. എ എന്ന് പറയുന്നത് ജി ആണ്, എ എന്ന് പറയുന്നത് ജി ആണ് ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ 2n - 1, 2n - 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 2 × 1 - 1 എന്ത് കിട്ടും നോക്കി, എന്ത് കിട്ടും നോക്കി, ആൻസർ എന്ത് കിട്ടും? 2 × 1 - 1, 2 - 1 1, 1 × ഹാഫ് ജി എന്താണ്? g/2. ഇതിവിടെ ഇരിക്കട്ടെ, g/2. ഇത് എസ് ഫസ്റ്റ്. എസ് സെക്കൻഡ് നോക്കൂ, രണ്ടാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഹാഫ് ജി, അതിന് മാറ്റമില്ല. 2 × 2 - 1 വരും, ശരിയല്ലേ? 4 - 1 3. നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 3 × g/2 വരും, ശരിയല്ലേ? 3 × g/2 വരും. അടുത്തത് മൂന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എസ് തേർഡ്, ഹാഫ് ജി × 2 × 3 - 1, 2 × 3 6, 6 - 1 5. എന്ത് കിട്ടും നമുക്ക്? 5 g/2 വരും. നോക്കൂ, 5 g/2. ജിയുടെ വാല്യൂ ഒന്നും അവിടെ കൊടുക്കണമെന്നേ ഇല്ല, കാരണം നമുക്ക് റേഷ്യോ കണ്ടാൽ മതി. ഇനി ഈ മൂന്നും തമ്മിലുള്ള റേഷ്യോ എന്താ? g/2, 3g/2, 5g/2. എന്താ ഈസിലി നമുക്ക് പറയാം, എന്താ? 1:3:5 അല്ലെ? g/2 അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 1:3:5 ഈസ് അവർ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ അല്ലേ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷൻസിൽ ദേ ഇവിടെ കിടക്കുന്നുണ്ട്, നോക്കൂ. 1:3:5 ഇവിടെ കിടക്കുന്നുണ്ട്. 1:3:5. ദിസ് വൺ ഈസ് അവർ ആൻസർ, 1:3:5. ഓക്കെ, സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുവാണ്. ആ കൺസെപ്റ്റ് എന്താണ്? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ജി ആക്സലറേഷനിൽ താഴോട്ട് വീഴുന്ന ഒരു വസ്തു, അതിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിന് പകരം ഏത് സെക്കൻഡിൽ ചോദിച്ചാലും, ഇപ്പോൾ എന്താ 100th സെക്കൻഡിൽ കാണാൻ പറഞ്ഞാലും നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ 100th സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇതാണ് 100th സെക്കൻഡ് എങ്കിൽ തൊട്ട് മുമ്പുള്ള സെക്കൻഡ് 99ാമത്തെ സെക്കൻഡ്. 100 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരവും 99 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരവും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് 100th സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം. അത് കാണാൻ ഒന്നെങ്കിൽ ഈ വലിയ ദൂരത്തിൽ നിന്ന് ഈ ചെറിയ ദൂരം കണ്ട് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അതിനേതാ ഇക്വേഷൻ? അത് മനസ്സിൽ വെക്കുക. അതിനേതാ ഇക്വേഷൻ? S = ut + ½ at². അതിൽ റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്നെങ്കിൽ മാത്രം u 0 കൊടുത്താൽ ½ at² മാത്രം മതി. ഓക്കെ, അതിൽ ഗ്രാവിറ്റേഷൻ അണ്ടറിലാണ് വരുന്നതെങ്കിൽ a എന്ന് പറയുന്നത് g എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 100 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ t² 100² വരും. 99 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ അതെന്ത് വരും? 99² വരും. എന്നിട്ട് അതിൽ നിന്ന് ഇത് കുറയ്ക്കുക എങ്കിൽ നമുക്ക് ഇത് മാത്രം കിട്ടും. പക്ഷേ ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 സെക്കൻഡിൽ ഇതേപോലെ നമ്മൾ കാണണം, അപ്പോൾ സമയം പോകും. അത് ഒഴിവാക്കാനാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് is equal to u plus a/2 അല്ലേ? 1/2a എന്ന് പറഞ്ഞാൽ എന്താ? a/2 × 2n - 1 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ വന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇക്വേഷൻ ക്ലിയർ അല്ലേ? അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, യെസ്. ഇനി അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട മോഷൻ്റെ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഓരോ സെക്കൻഡിലെയും എന്ന് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് യു ക്യാൻ ഗിവ് മീ എനി ക്വസ്റ്റ്യൻ. ഇതേപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേട്ടിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. അടുത്ത സെഷനിൽ നമുക്കത് ചെയ്യാം. ഇത് നമുക്കൊരു സീരീസ് ആയിട്ട് കേട്ടിട്ടിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ദിസ് ഈസ് സന്തോഷ് സേതു മാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്.